ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസും ജസ്റ്റ് എൻട്രി വേയും പിന്നെ ഞങ്ങളുടെ ഫോർമൽ ഡൈനിങ് റൂമിൻ്റെയും ടൂറാണ്. ഇത് ഞങ്ങളുടെ എൻട്രി വേയിൽ ഞങ്ങൾ ചെയ്ത ഒരു കൺസോൾ ടേബിളും അതിലൊരു ബുദ്ധനെ വാങ്ങി വെച്ചതാണ്. ബേസിക്കലി ഈ കൺസോൾ ടേബിൾ ഞങ്ങൾ തന്നെ പെയിൻറ് ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു. അതിനൊരു വൈറ്റ് കളറായിരുന്നു. എനിക്ക് കറക്റ്റ് എൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളർ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരു ഗ്രീൻ കളർ വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഡോറിൻ്റെ ഔട്ട് സൈഡിലുള്ള പെയിൻ്റ് എടുത്തിട്ട് ഇതിന് ആക്കിയിട്ട് ഇതിന് പെയിൻറ് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കൺസോൾ ടേബിൾ. പിന്നെ ബുദ്ധ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എൻ്റെ ഈ മോള് ബുദ്ധക്ക് അവൾ മാർക്കർ പെൻ എടുത്തിട്ട് ബുദ്ധനെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും ഐബ്രോസൊക്കെ എഴുതി കൊടുത്തതാണ് എൻ്റെ ബുദ്ധൻ്റെ മേലെ. പിന്നെ ഞങ്ങൾക്ക് അത് വീണ്ടും റീപെയിൻറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇനി ഇത് ഞങ്ങളൊരു പാർട്ടീഷൻ ചെയ്തതാണ്. ഇതൊരു വലിയ ഹാൾ പോലെയായിരുന്നു വീട് ബിൽഡ് ചെയ്യുമ്പോൾ. ബേസിക്കലി ഈ വീട് ഞങ്ങൾ പ്ലോട്ട് വാങ്ങി കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. ബിൽഡർ തന്നെ കൺസ്ട്രക്ട് ചെയ്യും, പക്ഷെ ഞങ്ങൾ പ്ലോട്ട് സെലക്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാനും സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ പൊതുവെയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് അവരൊരു 5-6 പ്ലാന് ഞങ്ങൾക്ക് തരും. അതിലേത് പ്ലാനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. പ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ആ പർട്ടിക്കുലർ പ്ലോട്ടിൽ നമ്മൾ ബിൽഡ് ചെയ്ത വീടാണിത്. അപ്പോൾ ഈ വീട് കിട്ടുമ്പോൾ ഇതിങ്ങനെ ഫുള്ളി ഓപ്പൺ ആയ ഒരു റൂമായിരുന്നു ഇത്. ഇതൊരു ഡൈനിങ് റൂം. ഇതൊരു ഫോർമൽ ഡൈനിങ് റൂം എന്നാണ് ഇവിടെ അമേരിക്കയിൽ പറയുന്നത്. പൊതുവെ ഇവർ US എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫോർമലായിട്ടുള്ള താങ്ക്സ് ഗിവിങ് അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഈ ഡൈനിങ് റൂമിൽ പൊതുവെ ഇവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ബേസിക്കലി ഞങ്ങൾക്കൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് മറ്റുള്ള ഒരു ലിവിങ് റൂമിലുണ്ട്. വേറൊരു കിച്ചൻ്റെ അടുത്തായിട്ടുണ്ട്. ലിവിങ് റൂം അല്ല, സോറി, കിച്ചൻ്റെ അടുത്തായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫോർമൽ ഡൈനിങ് റൂമാണ്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നേരെ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കിച്ചണാണ്. അപ്പോൾ ആര് എൻട്രി ചെയ്യുമ്പോഴും നേരെ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു പാർട്ടീഷൻ ചെയ്യണമെന്ന് ഉള്ള ഒരു ഐഡിയയിൽ എത്തിയത്. അങ്ങനെ ചെയ്തിട്ട് അപ്പം ഇത് ഞങ്ങൾ ഇവിടുന്ന് ഓരോ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനത്തെ ഓരോ വുഡ് സ്ലാബ്സ് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ സ്റ്റെയിൻ ചെയ്തിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ തന്നെ ഫിക്സ് ചെയ്തതാണിത്. പിന്നെ ഇവിടെ 2 ആനേനെയൊക്കെ വെച്ച് ഞങ്ങളൊരു ട്രഡീഷണൽ സ്റ്റൈലിലാക്കി വെച്ചു. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെടിയൊക്കെ വെച്ച് അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഫ്ലവർ വേസ് പീസ് ലില്ലി ഇവിടെ ഒരു ഐക്യെന്ന് വാങ്ങിയതാണ്. 3-4 വർഷമായി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വീട് മാറുമ്പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിള്. ബേസിക്കലി ഇതൊരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ്. പിന്നെ ഇത് എക്സ്പാൻഡബിൾ ആയ ഡൈനിങ് ടേബിളാണ്. ഇതിന് 2 ലീഫ് എന്നാ പറയാം. 2 ലീഫുണ്ട്. ആ 2 ഇത് എടുത്ത് മാറ്റുവാണെങ്കിൽ ഈ 2 പീസസ് എടുത്ത് മാറ്റുവാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാം. അല്ലെങ്കിൽ വലുതാക്കുവാണെങ്കിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഡൈനിങ് ടേബിൾ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു എവിടുന്നോ ഇതിന് ഭയങ്കര ഈ ഡൈനിങ് ടേബിളിൻ്റെ മാച്ചിങ് ആയി കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. എവിടെയോ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഈ കേർട്ടൈൻസ് ഒക്കെ ആമസോണിൽ നിന്ന്, നമ്മുടെ നാട്ടിലെ ആമസോണിൽ നിന്നാണ്. പിന്നെ ആ ഡെക്കർ എവിടെയോ ഇങ്ങനെ ഒരു ആമസോണിലാണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇട്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ഇപ്പം എല്ലാം ഒരു ഫാം ഹൗസ് സ്റ്റൈലിലുള്ള ഒരു ഡെക്കർ. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഞങ്ങൾ ഇതിനൊരു സ്റ്റോറി ഉണ്ട് ഈ 2 ഫോട്ടോ ഫ്രെയിമിനും. ഇത് ഞങ്ങൾ 7 വർഷം സൗത്ത് കൊറിയയിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള സമയത്ത് അവിടുത്തെ ഞങ്ങൾ 2 പേരുടെയും ഫേവറേറ്റ് ഫുഡാണ് ഇത്. ഇതിന് ബിബിൻബാപ്പ് എന്ന് പറയും. ഇത് സുന്ദുബു ജിഗൻ, ഇത് തോഫുനെ കൊണ്ടുള്ള ഒരു സ്റ്റൂ. ഇത് ഒരു കുറച്ച് വെജിറ്റബിൾസും റൈസും ഒക്കെയുള്ള ഒരു ഫുഡ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇത് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 ഫുഡ് സെലക്ട് ചെയ്ത് ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ വെച്ചേക്കുവാണ്. ഈ ഫുഡ് ഞങ്ങൾ ഇവിടെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം.
പിന്നെ ഇത് അഗെയിൻ കർട്ടൻസ്. പിന്നെ ഇതും ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടപ്പോൾ വാങ്ങിയത്. ഇത് ബാംബൂ സ്റ്റിക്സ് ആണ് ബേസിക്കലി, ജസ്റ്റ് ഒരു ഫ്ലവർ വേസ്. പിന്നെ ഞങ്ങളുടെ ക്ലോക്ക്, അതിലുള്ള 2 ഡക്കർ. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ഹോം ഡെക്കർ. ഇതൊരു സെർവറാണ്. ഡൈനിങ് റൂമിൽ പൊതുവെ ഇവിടെ കാണുന്നതാണ് സെർവർ. അപ്പം ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പീസ് അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് ആരൊക്കെയോ ഗിഫ്റ്റ് തന്നതാണ് ഈ ഹൗസ് വാമിങ് ടൈമിൽ. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയ ബുദ്ധയാണ്. കണ്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു ആ ബുദ്ധേനെ. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഫ്ലവർ വേസ്. പിന്നെ ഇത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഞങ്ങൾ വാങ്ങിയ വിളക്കാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ്. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ ബാത്റൂം വരുന്നത്. ആ സൈഡാണ് ഞങ്ങളുടെ ബാത്റൂം വരുന്നത്. അതൊക്കെ കൂടെ ഞാൻ ഒരു തവണ വീണ്ടും ഒരു വേറെ ആ റൂമിൻ്റെയൊക്കെ ഫുൾ ഹോം ടൂർ ചെയ്യാം. ഇതാണ് ബാത്റൂം. ഇനീഷ്യലി ഞങ്ങളുടെ ഇവിടുത്തെ പ്ലാന് ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഈ ഫ്ലവർ ഈ ഒരു പോട്ട് ഞങ്ങളാക്കി. പിന്നെ ഞങ്ങൾ റിയൽ ബാംബൂ സ്റ്റിക്ക് ഫേസ്ബുക്കിലൊക്കെ കണ്ട് അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് ആ റിയൽ ബാംബൂന് ഞാൻ കുറച്ച് സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒക്കെ ചെയ്ത ബാംബൂ സ്റ്റിക്സൊക്കെ വെച്ചതായിരുന്നു ഇവിടെ. പക്ഷെ അത് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഉറപ്പൊടി വരുവാന്നൊക്കെ പറയില്ലേ, എന്തൊക്കെയോ ഒരു പൊടിയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ അതിനെ എടുത്ത് മാറ്റി. പിന്നെ ഞങ്ങൾ വീണ്ടും ആർട്ടിഫിഷ്യൽ ബാംബു വാങ്ങി ഈ പോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ചേക്കുക. പിന്നെ ഇതൊരു മിറർ. ഈ പോട്ടും ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് ലോവ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് സ്ലാറ്റ്സ് ഒക്കെ വാങ്ങി അതിൻ്റെ മേലെ സ്റ്റെയിനൊക്കെ ചെയ്ത് ഫിക്സൊക്കെ ചെയ്ത് സ്റ്റെയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇനി ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ല ഇൻഫർമേഷൻ വേണമെങ്കിൽ പറയുക, കമൻ്റ് ഇടുക, ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ തരാം. പിന്നെ അവിടെ ഒരു വീണ്ടും ഒരു ബുദ്ധയുണ്ട്. പിന്നെ അതാണ് ഞങ്ങളുടെ ഷാൻഡിലിയർ. അത് ഞങ്ങളിവിടെ ഈ വീട്ടിൽ വന്നപാടെ മാറ്റി വെച്ചതാണ് ഈ ഷാൻഡിലിയർ. ഇതാണ് ആ ഷാൻഡിലിയറിൻ്റെ ഫുൾ വ്യൂ. ഇത് ആക്ച്വലി പുറത്തുനിന്ന് നോക്കിയാലും ഞങ്ങളുടെ ആ ഒരു വിൻഡോയിലൂടെ ഈ ഷാൻഡിലിയർ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ് ഔട്ട് സൈഡിൽ നിന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഔട്ട് സൈഡിൽ നിന്നും കൂടി നല്ല വ്യൂ ഉണ്ട് ഇതിനെന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ 2nd ഫ്ലോറിൽ നിന്നുള്ള താഴെയുള്ള വ്യൂ.